പലയിടത്തു നിന്നും ഉല്ലാസിൻ്റെ അവസ്ഥ കണ്ട് സങ്കടത്തോടെ വരുന്നവരാണ് ഭൂരിഭാഗം പേരും എന്ന് പറയാം. നല്ലൊരു കലാകാരൻ, നമുക്കൊന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വിഷമം വരില്ലായിരുന്നു. എന്നാൽ മലയാളികൾക്കൊക്കെ സുപരിചിതനായ ഒരു വ്യക്തി, എല്ലാവരുടെയും സ്വീകരണ മുറിയിൽ എത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തി. അങ്ങനെ തന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് പറയേണ്ടി വരും. പ്രേക്ഷകരെല്ലാവരും ഇതിനെ കൃത്യമായി തന്നെ അണിനിരന്ന് സംസാരിക്കുന്നുണ്ട്. ഉല്ലാസിനോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. എല്ലാവരും അതുതന്നെയാണ് എടുത്തു പറയുന്നത്. ഇപ്പോൾ ശരിക്കും ഉല്ലാസിനെ സഹായിക്കാൻ തന്നെ 1,00,000 രൂപ നൽകി ഒരു ജ്വല്ലറി ഉടമ എത്തുകയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ ഉല്ലാസ് പന്തളത്തിനെ സഹായിക്കാൻ നിരവധി പേരാണ് ഇപ്പോൾ മുന്നോട്ടെത്തുന്നത് എന്നാണ് പറയുന്നത്. തനിക്ക് വയ്യാതിരുന്നിട്ടും ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ വന്നതുപോലും അത്തരത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന് ഈ അവസ്ഥയിൽ ക്ഷണിച്ച ഒരു വ്യക്തിക്ക് കൂടിയാണ് നന്ദി പറയേണ്ടതെന്ന് പറയുന്നു. ഉല്ലാസ് പന്തളത്തിന് കരുതലുമായി ജ്വല്ലറി ഉടമയാണ് എത്തിയത്. 1,00,000 രൂപയാണ് ജ്വല്ലറി ഉടമ ഉല്ലാസ് പന്തളത്തിന് സഹായധനമായി നൽകിയത് എന്ന് തന്നെ പറയാം. മസ്തിഷ്കാഘാതം മൂലം ഒരു വശം ഭാഗികമായി തളർന്ന് നേരിടുന്ന അവസ്ഥയിലാണ് പ്രേക്ഷകരുടെ ഇഷ്ടതാരം ഇപ്പോൾ. ജ്വല്ലറിയിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഉല്ലാസ് പന്തളത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് വിവരം പുറത്തു വന്നത് എന്ന് പറയാം.